ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ എത്രയോ കാലം കാത്തു നിന്നിട്ട് ഒരു ഫുഡ് പീൽ ഓഫ് മാസ്ക് ഞാൻ വാങ്ങിച്ചിട്ട്. ആൻഡ് ഇതേതോ ഒരു കൊറിയൻ ബ്രാൻഡാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ആൻഡ് ഞാൻ ഡേംടോക്കിനെയാണ് നോക്കിയിരുന്നത്, പക്ഷേ ഡേംടോക്ക് എൻ്റെ പിൻകോഡിൽ അവൈലബിളേ അല്ലായിരുന്നു. ആൻഡ് അതുകൊണ്ട് ഞാനിപ്പം അവൈലബിൾ ആയിട്ടുള്ള ഒരു പീൽ ഓഫ് മാസ്കാണ് ഞാൻ വാങ്ങിച്ചത്. ആൻഡ് ഞാൻ ഇതുവരെ ഫേസിലും ട്രൈ ആക്കിയിട്ടില്ല, എവിടെയും ഞാൻ അങ്ങനെ പീൽ ഓഫ് മാസ്ക് ട്രൈ ആക്കിയിട്ടില്ല. ആൻഡ് ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം. ആൻഡ് ട്രൈ ചെയ്യാം. അതിനൊക്കെ ആദ്യമായിട്ട് ഞാൻ കാലൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു 10 മിനിറ്റ്സ് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഓരോന്ന് അങ്ങനെ ചെയ്യാൻ പറഞ്ഞിരുന്നു. ആൻഡ് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇടാൻ പോവാം. ഓക്കെ, ഇതിലൊക്കെ ഫുള്ള് ജെല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗൈസ്, ഞാൻ ഫുഡ് പീൽ ഓഫ് മാസ്ക് ഒക്കെ നമ്മളെ കാലിലൊക്കെ ഇട്ട് ഫുൾ സെറ്റ് ആക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 2 hours ഒക്കെ വേണ്ടി വരും. 1 to 2 hours എന്താണെങ്കിലും വേണ്ടി വരും. അപ്പോൾ എനിക്കിനി കുറച്ച് അസൈൻമെൻറ്റ്സും നോട്ട്ബുക്സ് കംപ്ലീറ്റ് ആക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇത് കാൽമേലിട്ടിട്ട് എൻ്റെ വർക്ക്സൊക്കെ കംപ്ലീറ്റ് ആക്കാൻ പോയി. പക്ഷേ കാലിലിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ കാലിൽ കുറച്ച് അവിടെയും ഇവിടെയും കുറച്ച് മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിട്ട് ജെല്ലൊക്കെ ഫുള്ളൊന്ന് ആക്ടിവേറ്റ് ആവാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് എൻ്റെ കാലിൽ ഫുള്ള് പുകയാൻ തുടങ്ങി. പിന്നെ എൻ്റെ കാല് ആരോ പിടിച്ച പോലത്തെ ഒരു ഫീലിങ്. ആൻഡ് അതൊക്കെ കഴിഞ്ഞ് എൻ്റെ വർക്ക്സൊക്കെ കഴിഞ്ഞ് ഞാൻ റിമൂവ് ചെയ്തപ്പം ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഞാനിത് റിമൂവ് ചെയ്യുമ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷൻ ഒട്ടും ഇങ്ങനെയല്ലായിരുന്നു. പക്ഷേ രാത്രി ആകുമ്പോഴത്തേക്കും എൻ്റെ എക്സ്പെക്റ്റേഷനെ മീറ്റ് ചെയ്യാൻ പോകുന്നത് പോലെ എനിക്ക് തോന്നി. കാരണം ഔട്ടർ ലെയറൊക്കെ ഇങ്ങനെ ഒരു വേറെ തന്നെ ഫീൽ എനിക്ക് വരാൻ തുടങ്ങി. പിന്നെ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ എക്സാക്റ്റ് ഇങ്ങനെ പീൽ ഓഫ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായി. പക്ഷേ മറ്റുള്ളവരുടെ വീഡിയോസ് ഒന്നും കാണുന്ന പോലെയല്ല. എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയതിനെ കൊണ്ട് എനിക്ക് ഇങ്ങനെ പീൽ ചെയ്യാനേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇങ്ങനെ നുള്ളി പറിക്കാൻ എനിക്ക് ഇഷ്ടമുള്ളതിനെ കൊണ്ട് ഞാൻ മാക്സിമം നുള്ളി പറിച്ച് നല്ലോണം സാറ്റിസ്ഫൈ ആയി. അപ്പോൾ